ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാമുവൽ എനിക്കൊരു ചാൻസ് റെഡിയാക്കി തരാണെങ്കിൽ സാമുവലിന് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ മാഡം. പുതുതായി 1-2 പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാനൊന്ന് അന്വേഷിച്ചിട്ട് തിരിച്ചു വിളിക്കാം മാഡത്തിന്. കൈകോർത്ത് നിന്നാ സാമുവലിന് ഗുണമുള്ള കാര്യം. ഇവിടുത്തെ ഭാര്യ പദവി കൊണ്ടും മരുമകൾ പദവി കൊണ്ടും പ്രത്യേകിച്ച് എന്താ ഗുണം? ഭക്ഷണം കഴിക്കാം, നല്ല വസ്ത്രം കൊടുക്കാം, അല്ലാതെ ജീവിച്ചിരിക്കുന്നത് തന്നെ ആളുകൾ അറിയോ? അങ്ങനെ അറിയണമെങ്കിൽ ഇവരെ പോലൊരാളായിട്ട് മാറണം. എന്തായാലും ഇത് വിട്ടുകളയാൻ പറ്റില്ല. പ്രൊഡക്ഷൻ കൺട്രോളർ. ഓക്കെ. താനിപ്പോ എവിടാ? ഹലോ, എവിടെ? ഞാൻ നിന്നെ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാം. ഹലോ ഹലോ സാമുവൽ, ഞാൻ പ്രിയങ്ക. ഓർമ്മയുണ്ടോ എന്നെ? ഓർക്കുന്നുണ്ട് മാഡം. മാഡത്തിന്റെ കോളൊന്നും പിന്നെ കണ്ടില്ലല്ലോ. മാഡം ഫീൽഡ് വിട്ടോ? അതിന് ഞാൻ ശരിക്കും ഫീൽഡിൽ വന്നില്ലല്ലോ സാമുവലെ. വീട്ടിലെ ചുറ്റുപാടൊന്നും ശരിയല്ലായിരുന്നു. എല്ലാം ഒന്ന് ഒതുങ്ങിയപ്പോഴാ ഞാൻ സാമുവലിനെ വീണ്ടും വിളിക്കുന്നത്. പറഞ്ഞോളൂ മാഡം. സാമുവൽ, എനിക്കിപ്പോഴും അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. അതിപ്പോ മലയാളത്തിൽ തന്നെ വേണമെന്നില്ല. തമിഴിലോ ഹിന്ദിയിലോ കൊള്ളാവുന്നൊരു ക്യാരക്ടർ കിട്ടിയാൽ തുടക്കമായാലും കുഴപ്പമില്ല. സാമുവലിന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? മേഡത്തിന് അറിയാമല്ലോ, ന്യൂജൻ പിള്ളേരുടെ ഇടിച്ചു കയറ്റോ സിനിമയിലേക്ക്. അതിന്റെ ഇടയിൽ എങ്ങനെ? സാമുവൽ, എനിക്കിപ്പോ പണത്തിനൊരു ബുദ്ധിമുട്ടും ഇല്ല. സാമുവൽ എനിക്കൊരു ചാൻസ് റെഡിയാക്കി തരാണെങ്കിൽ സാമുവലിന് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ മാഡം. പുതുതായി 1-2 പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാനൊന്ന് അന്വേഷിച്ചിട്ട് തിരിച്ചു വിളിക്കാം മാഡത്തിന്. കൈകോർത്ത് നിന്നാ സാമുവലിന് ഗുണമുള്ള കാര്യം. സാമുവല് വിളിക്കേ. നമ്മൾ തമ്മിൽ ആദ്യം കണ്ടപ്പോഴേ ഞാൻ മാഡത്തിനോട് പറഞ്ഞിരുന്നു, മാഡത്തിന് ഇൻഡസ്ട്രിയിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടെന്ന്. ഇതിപ്പോ കുറച്ചുനാൾ മാറി നിന്നിട്ട് മാഡം ഈ ശ്രമം നടത്തുന്നത് എന്നിൽ കൂടെ ആയല്ലോ. നമുക്ക് ശരിയാക്കാം മാഡം. ഓക്കെ, താങ്ക് യു. ഞാനെന്റെ തീരുമാനം മാറ്റി തിരിച്ചു വരിക. ഒരിക്കൽ ഞാനിപ്പോ നിങ്ങളെ കാണുന്ന പോലെ എന്നെ കാണാനും ആയിരങ്ങളും ലക്ഷങ്ങളും ഉണ്ടാവും.
വരണ എവിടെ അമ്മേ? അവനെന്താ കഴിക്കാൻ വരാത്തെ? കൃത്യസമയത്ത് അവന് ഭക്ഷണത്തിന്റെ മുമ്പിലെങ്കിലും വന്നിരുന്നൂടെ? ഞാൻ പോയി വിളിച്ചിട്ട് വരാം. മതി. പ്രിയങ്ക കാണുന്നില്ലല്ലോ. ആ, എങ്കിൽ പിന്നെ അവര് മുറിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അത്രയ്ക്ക് വലിയ കാര്യങ്ങളൊന്നും അവർക്കുണ്ടാവില്ല. സോറി അച്ഛാ, അവരങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാ. മോനെ, നീ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? ഇല്ലമ്മേ, എനിക്ക് വിശപ്പില്ല. എനിക്ക് ചെറിയ തലവേദനയുണ്ട്. അമ്മ ചെന്ന് കഴിച്ചോ. അത് നേരത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ മാറിക്കോളും. നീ എഴുന്നിട്ട് വന്നേ. അമ്മേ, ദേ ഇനി അമ്മ താഴെ ചെന്ന് പറഞ്ഞ് ഓരോരുത്തരായിട്ട് വന്ന് എന്നോട് ഭക്ഷണം കഴിക്കാത്ത കാര്യം ചോദിക്കാൻ നിൽക്കണ്ട. പ്ലീസ് അമ്മേ, ഒന്ന് പോ. വാശിയാണല്ലേ? പ്ലീസ് അമ്മ, എന്നെ ഒന്ന് സ്വസ്ഥമായിട്ട് വിട്. ഇപ്പോ മറ്റുള്ളവർക്ക് സ്വസ്ഥതക്കേടുണ്ടാക്കുന്ന നീയാ, അത് മറക്കണ്ട. അവൻ വന്നില്ലമ്മേ? ഇല്ല, അവൻ പിന്നെ കഴിക്കാന്ന് പറഞ്ഞു. ഈ സമ്പ്രദായം മാറ്റിയേ പറ്റൂ. എല്ലാവരും ഒന്നിച്ചിരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന നേരത്താ. എല്ലാവരും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് അപ്പോഴാ. അവൻ എപ്പോഴും നമ്മുടെ കൂടെ വന്ന് ഇരിക്കാറുണ്ടല്ലോ അച്ഛാ. അച്ഛനിപ്പോ കഴിക്കി. ഏട്ടത്തി കഴിക്കുന്നില്ലേ? ഞാൻ പിള്ളേരുടെ കൂടെ കഴിച്ചോളാം.